ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ള ഒരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 269. ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ പൗലോസിന് വളരെ ദോഷം ചെയ്തു. അവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം കർത്താവ് അവന് പകരം ചെയ്യും എന്നാണ് പൗലോസ് ഒടുവിൽ ഓർമ്മിപ്പിക്കുന്നത്. ഒരുപക്ഷെ പൗലോസിൻ്റെ രക്തസാക്ഷി മരണത്തിലേക്ക് നയിച്ചത് തന്നെ ഈ അലക്സാണ്ടറിൻ്റെ ഒറ്റുകൊടുക്കലായിരിക്കണം. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമല്ല. ചില കാര്യങ്ങൾ നാം വാക്കുകളിൽ നിന്ന് ഊഹിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഇയാൾ ഒരു യഹൂദനായിരുന്നു. യഹൂദ മതത്തിന് ലഭിച്ചിരുന്ന നിയമ സംരക്ഷണയിലായിരുന്നു ക്രിസ്തു മതവും റോമാ സാമ്രാജ്യത്തിൽ അന്ന് പുലർന്നിരുന്നത്. എന്നാൽ അതിപ്പോൾ നഷ്ടമായിരിക്കുകയാണ്. ഇത് കാരണം ക്രിസ്ത്യാനികളുമായോ അതിൻ്റെ നേതാവായ പൗലോസുമായോ യഹൂദന്മാർക്ക് ബന്ധമില്ല എന്ന് വിജാതീയരെ അറിയിക്കേണ്ടതുണ്ട് എന്ന് ഇയാൾക്ക് തോന്നി. അതിനുവേണ്ടി ഇയാൾ പൗലോസിൻ്റെ പ്രസംഗത്തെ എതിർത്ത് സംസാരിക്കുകയും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 19:33 നാം കാണുന്നത് പോലെ അലക്സാണ്ടർ പൗലോസുമായി കണക്ക് തീർക്കേണ്ടതുണ്ടായിരുന്നു എന്ന് നാം കാണുന്നു. പൗലോസിനെതിരായി നിയമ നടപടികൾ നടത്തുവാൻ ഇയാൾ ഒരുമ്പെട്ടു എന്ന് വേണം വിചാരിക്കുവാൻ. കൂടാതെ ഏതെങ്കിലും റോമൻ ഉദ്യോഗസ്ഥന് ഇയാൾ പൗലോസിനെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ അതിനുള്ള ഏർപ്പാട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഇയാളുടെ വ്യാപാര കാര്യത്തിൽ പൗലോസിൻ്റെ പ്രവർത്തനം കൊണ്ട് നഷ്ടം വന്നു എന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് അവനെതിരെ നിൽക്കാൻ നല്ല ഒരു അവസരം കൈവന്നപ്പോൾ പൗലോസിനെതിരായി ഈ അലക്സാണ്ടർ ആഞ്ഞടിച്ചു. അലക്സാണ്ടറിൻ്റെ ചെമ്പുപണി അർത്തമിസ് ദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കലായിരുന്നു എന്നും പാരമ്പര്യം പറയുന്നു. പൗലോസിനെതിരായി അലക്സാണ്ടർ കോടതിയിൽ മൊഴി കൊടുത്തതായും വിചാരിക്കപ്പെടുന്നു. ഇതായിരുന്നു പൗലോസിനെതിരായ അവൻ്റെ കടും കൈ. അതിന് കർത്താവ് അവന് പകരം നൽകും എന്ന് പറഞ്ഞ് പൗലോസ് സമാധാനിക്കുന്നു. ഒടുവിൽ ഒറ്റപ്പെടലിൻ്റെ വേദന എത്ര വലുതാണെന്ന് പൗലോസ് തിമോത്തിയെ അറിയിക്കുകയാണ്. കർത്താവ് മാത്രം എനിക്ക് തുണ നിന്നു. നീറോ ചക്രവർത്തിയുടെ മുമ്പാകെ പൗലോസിനെ വിസ്തരിക്കുമ്പോൾ പൗലോസിന് അനുകൂലമായി സാക്ഷി പറയുവാൻ ആരും തന്നെ മുമ്പോട്ട് വന്നില്ല. ഇതേസമയം ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ അവനെതിരായി സാക്ഷി പറയുകയും ചെയ്തു. ഇങ്ങനെ ചക്രവർത്തിയുടെ മുമ്പാകെ തനിക്ക് അനുകൂലമായി സാക്ഷി പറയുവാൻ ആരും മുമ്പോട്ട് വന്നില്ലെങ്കിലും കർത്താവിൻ്റെ സഹായത്താൽ പൗലോസിന് ധൈര്യമായി തൻ്റെ കാര്യം വാദിക്കുവാൻ അവസരം ലഭിച്ചു. ഇതിൻ്റെ ഫലമായി റോമൻ പൗരനായ തന്നെ സിംഹത്തിന് എറിഞ്ഞു കൊടുക്കുവാൻ ചക്രവർത്തി തീരുമാനിച്ചില്ല. അങ്ങനെ ഒന്നാമത്തെ വിസ്താരത്തിൽ പൗലോസിന് അത്ഭുതകരമായി മരണത്തിൽ നിന്നും വിടുതൽ ലഭിച്ചു. തൻ്റെ ജയിൽവാസം തുറന്നുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീടുണ്ടായ വിസ്താരത്തെ പറ്റിയോ പൗലോസിൻ്റെ സാക്ഷി അല്ലെങ്കിൽ രക്തസാക്ഷി മരണത്തെക്കുറിച്ചോ ഒന്നും തിരുവചനത്തിൽ രേഖപ്പെടുത്തി കിട്ടിയിട്ടില്ല. എങ്കിലും പൗലോസിന് ഒന്നുറപ്പുണ്ടായിരുന്നു: ദൈവത്തിൻ്റെ ആലോചനയാൽ ദൈവം തന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് പൗലോസിനെ കൈക്കൊള്ളും എന്നത്. ദരിദ്രനായ ലാസറിനെ ദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലെത്തിച്ചതുപോലെ തന്നെയും ദൂതന്മാർ കർത്താനുമുമ്പാകെ എത്തിക്കുമെന്ന് പൗലോസിന് ഉറപ്പുണ്ടായിരുന്നു. ഒരു കാര്യം പൗലോസ് എപ്പോഴും തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു: ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന പദം. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവില്ലാത്ത ജീവിതമില്ലായിരുന്നു. തന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതാനുഭവങ്ങളുടെ ആകത്തുക ക്രിസ്തുവാണെന്ന് താൻ എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുക, ക്രിസ്തുവിന് മാതൃകയായിരിക്കുക, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുക എന്നതാണ് തൻ്റെ ജീവിത ലക്ഷ്യം. അതെ, ഒരു കച്ചവടക്കാരൻ്റെ ലക്ഷ്യം ധനത്തിനു വേണ്ടിയാണ്. ഒരു പടയാളിക്ക് കീർത്തിക്കും വിജയത്തിനും വേണ്ടിയാണ്. ഒരു രാജാവിന് സുന്ദര സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയാണ്. എന്നാൽ പൗലോസ് ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. എനിക്ക് ജീവൻ ക്രിസ്തുവത്രേ എന്ന പ്രയോഗം പൗലോസിന് മാത്രം അവകാശപ്പെട്ടതാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്നും ക്രിസ്തുവിനെ മാറ്റിയാൽ ശേഷം പൂജ്യമായിരുന്നു. പൗലോസിൻ്റെ ഈ മനോഭാവം ആയിരങ്ങളെ ക്രിസ്തുവിന് വേണ്ടി കത്തിച്ചൊലിക്കുവാൻ ധൈര്യമേകി. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം.